എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ഹച്ചിരിമ ഭീമ സിനിമ ചിരിമ. നമസ്കാരം. ഭീമ സിനിമ ചിരുമയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. ഇന്ന് നമ്മളെല്ലാവരും ഒരുപാട് ചിരിപ്പിക്കാനും പുതിയ പുതിയ വിശേഷങ്ങൾ പങ്കുവെക്കാനും നമുക്ക് ഭീമ സിനിമ ചിരുമയിൽ എത്തിക്കുന്ന നല്ലൊരു ആർട്ടിസ്റ്റാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഷാജോൺ. ഷാജോൺ ഏത് ഷാജോണ? കഷണ്ടി മറ്റോണോ? അതെ. ആ പന്ന പോലീസുകാരനാ, വൃത്തികെട്ട പോലീസുകാരൻ. അയ്യോ, ഷാജോന്റെ പോലീസുകാരനല്ല, ആർട്ടിസ്റ്റ് അല്ലേ? ആ ദൃശ്യ സിനിമയിലെ പോലീസുകാരനല്ലേ പറയണത്? അതെ അതെ അതെ. ആ വൃത്തികെട്ടവന്റെ കൈ കിട്ടിയാണ്ടല്ലോ, അവന് എന്തൊക്കെ ക്രൂരതയാ സിനിമയിൽ കാണിച്ചത്. അവന്റെ പേര് ആ സിനിമയിൽ സഹദേവൻ. എന്നിട്ട് യാതൊരു സഹതാവും ഇല്ലാത്ത പെരുമാറ്റം. അവനെ കൊച്ചിനെ എടുത്തിട്ട് അടിച്ചവനെ അവനെ ചേട്ടാ കരയല്ലേ ചേട്ടാ? എന്റെ മോനെ ചേട്ടാ കരയല്ലേ ചേട്ടാ? അത് സിനിമയല്ലേ, അതിന്റെ ആ ഒരു ഒറിജിനാലിറ്റി ആ ചേട്ടൻ ഷാജോൺ ചേട്ടൻ ഒറിജിനലായിട്ട് ചെയ്തോണ്ടല്ലേ ഇത്രയും നമുക്ക് ഫീൽ ചെയ്തത്. സിനിമയല്ലേ അതൊക്കെ? സിനിമയെന്ന് വിചാരിച്ചാ കേറിയത്. പക്ഷെ ഈ വൃത്തികെട്ടവന്റെ അഭിനയം കണ്ടപ്പോ അത് ഒറിജിനലാണോ സിനിമയാണോ എന്നൊക്കെ എനിക്ക് കൺഫ്യൂഷൻ ആയി. അതാണ് ആ വിജയത്തിന്റെ രഹസ്യം. ആ ക്യാരക്ടർ അത്രയും ബിൽഡപ്പ് ആയി, അത് ആ ഒറിജിനാലിറ്റി നമുക്ക് അത്രയും ഫീൽ ചെയ്തു. എനിക്കും ഭയങ്കര ദേഷ്യമായിരുന്നു. എനിക്ക് ഒറ്റ അപ്പുറത്തേ ഉള്ളൂ, ദൈവമേ ആ വൃത്തികെട്ടവനെ ഒറിജിനൽ പോലീസ് ആക്കല്ലേ. അപ്പൊ ഇതേപോലത്തെ പോലീസുകാർ ഇല്ലാത്ത നല്ലൊരു കേരളത്തെ നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. നമസ്കാരം. ഭീമ സിനിമ ചിരിമയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ ചിരിവേദിയിൽ അതിഥിയായി എത്തുന്നത് മായുടെ ട്രഷററും മലയാള സിനിമയിൽ ഇന്ന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രതിഭയായി മാറിയ ശ്രീ ഷാജോൺ കലാഭവൻ. അയ്യോ, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. ഞാൻ ഷാജോൺ എന്നല്ലേ പറഞ്ഞത്? അല്ല, പ്രചോദ് എന്നല്ലല്ലോ, പ്രചോദ് കലാഭവൻ എന്നല്ലല്ലോ. അല്ല, പറഞ്ഞത് കറക്റ്റായിട്ട് പറഞ്ഞു. ഷാജോണിന് പകരം പ്രചോദ് കയറി വന്നപ്പോൾ ഞാൻ ഇനി പ്രചോദ് എന്ന് പറഞ്ഞു പോയോന്ന്. അല്ലല്ലേ, ഷാജോൺ തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞതിന്റെ ഒരു ആദ്യത്തെ ഒരു കാര്യം ഒന്ന് പറയാൻ വേണ്ടി വന്നത്. ഷാജോൺ എത്തിയിട്ടില്ല. ഷാജോൺ വരും. അപ്പോൾ ഇപ്പോൾ ഒന്ന് ബ്ലോക്കിൽ കൃത്യമായിട്ട് വരുന്നതാണല്ലോ എന്നും വരുന്നത്. പക്ഷേ ഇന്ന് ഇച്ചിരി ബ്ലോക്കിലൊക്കെ പെട്ടുപോയിട്ട് എന്നോട് പറഞ്ഞു നീ ഒന്ന് കയറി സംസാരിച്ചാൽ മതി. ഇക്കായിട്ടൊന്ന് സംസാരിച്ച് കഴിയുമ്പോൾ പിന്നെ തന്നെയല്ല ഇപ്പോൾ ഷാജോൺ ഇപ്പോഴാണ് ട്രഷറർ ആയത്. ശരിക്കും ഷാജോൺ ഇതിൽ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. ഞാനായിരുന്നു ജോയിന്റ് സെക്രട്ടറി. അപ്പം എന്നോട് പറഞ്ഞു നീ കയറി സംസാരിച്ചാൽ മതി. പിന്നെ എനിക്ക് അവനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യാം. കാര്യം ഷാജോൺ ഈ കലാഭവനിൽ വന്ന് ഒന്ന് പെർഫോം ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാനും പ്രസാരണമൊക്കെയാണ്. ആണല്ലേ? ഷാജോൺ അന്നേ നന്നായി ഷൈൻ ചെയ്യുമായിരുന്നു. അല്ല, അന്ന് വലിയ ഷൈൻ ചെയ്തൊന്നും ഇല്ലായിരുന്നു. അപ്പം അന്ന് കൂടുതൽ ഷൈൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാനാണ് കൂടുതൽ ഷൈൻ ചെയ്തത്. കാര്യം ഞാൻ പാട്ട് പാടുകയും പാരഡി എഴുതുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനാണ് മുൻകൈ എടുത്തുകൊണ്ടിരുന്നത്. കാര്യം ആബലേശൻ എപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ട് ആ പാരഡി എഴുതി ഈ പാട്ട് എഴുതുന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്തെങ്കിലും സ്കിറ്റൊക്കെ ചെയ്യുന്നവരെ ഞങ്ങൾ എഴുതി റെഡിയാക്കിയിട്ട് വെച്ചിട്ട് വരും. അപ്പോൾ ഷാജോൺ വന്ന് അങ്ങ് പെർഫോം ചെയ്യും. അങ്ങനെയൊരു സംഭവമൊക്കെ കലാഭവൻ മണിയുടെ ശബ്ദം ഏറ്റവും നന്നായി അന്ന് അനുകരിച്ചുകൊണ്ടിരുന്നത് ഷാജോൺ ആയിരുന്നു അല്ലേ? അതെ അതെ. അത് സ്റ്റേജിൽ നല്ല ഇമ്പാക്റ്റ് ആയിരുന്നു. അതിനും ഇക്കാന് വേറൊരു കഥയുണ്ട്. കാര്യം ഷാജോൺ ആദ്യം വന്നപ്പോൾ ശരിക്കും മനുഷ്യൻ്റെ ചിരി പോലും ചിരിക്കാറില്ലായിരുന്നു. പിന്നെ അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇയാൾ എന്ത് കോമഡിയൊക്കെ കാണിക്കും, ഇത് കലാഭവൻ മണിയൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാ അത് കുഴപ്പമില്ല, ഞാൻ ട്രെയിൻ ചെയ്ത് എടുപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ എടുത്തിട്ട് പ്രിയമുള്ള കലാപ്രേമികളെ ഇത് ഞാനാ കലാഭവൻ മണി. ആരായത് ബഹളം ഉണ്ടാക്കുന്നത്? പ്രസാദ്, ആരാ അവിടെ ബഹളം ഉണ്ടാക്കുന്നത്? കാണില്ലല്ലോ ആരെയും. നിങ്ങളാണ് നിങ്ങൾ ഇവിടെ ഉണ്ട്. ഞാനാണ് കൂവിയത്. എന്താ ഷാജോണേ, എന്താ ഇത്? ഇല്ലിക്ക, നമ്മുടെ സ്വന്തം ഒരു പ്രോഗ്രാമിന് ഞാൻ കൂവി എന്ന് പറഞ്ഞിരിക്കാൻ വഴക്ക് പറയരുത്. ഞാൻ കൂവിയത് സിനിമ ചിരിമയല്ല, എന്റെ ആത്മാർത്ഥ സുഹൃത്തായ കലാപം പ്രചോദന ദുഷ്ട വഞ്ചക. എന്താണ് എന്താ പ്രശ്നം? അങ്ങോട്ട് വന്നോട്ട് ഇങ്ങോട്ട് വരൂ. ഇവനിട്ട് ധൈര്യമായിട്ട് എല്ലാം പറയണം കേട്ടോ. എന്നോട് പറഞ്ഞേക്ക് അരമണിക്കൂറുണ്ട്, അരമണിക്കൂർ നീ പറഞ്ഞോണ്ടിരിക്കണം. നമ്മളോട് പറഞ്ഞു ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുകയാണ്, കുറച്ച് ലേറ്റ് ആയിട്ട് വരുവുള്ളൂ, ഞാനെല്ലാം പറയാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്വയം ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവൻ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? എടാ നീ ഇന്ന് ലേറ്റ് ആയിട്ട് വന്നാൽ മതി, സിദ്ദിഖ എന്തോ ഒരു ഡിസ്കഷന് വേണ്ടി പോയിരിക്കുകയാണ്, സിദ്ദിഖ 11 മണിയാകുമ്പോഴേ വരുള്ളൂ, അതുകൊണ്ട് നീ ലേറ്റ് ആയിട്ട് വന്നാൽ മതി. എന്നിട്ട് അടി നമുക്ക് പിന്നെ അടിക്കാം, അതൊരു നമുക്കൊരു ഐറ്റം ആക്കാം. അതെ അതെ. ഇക്ക ഇടയ്ക്ക് നിന്നുകൊണ്ട് ഇന്നിവിടെ വെച്ച് അത് ഒഴിവാക്കുകയാണ്. ഇന്നത്തെ ഈ വേദിയിൽ കേട്ടോ. ഇല്ല, ഞാൻ വാങ്ങിച്ചു കൂട്ടിയാണ്. അതാണ് ശരിക്കും നിങ്ങൾ ഈ ശത്രുക്കളാണോ സുഹൃത്തുക്കളാണോ? ഇക്ക അത് ശത്രുക്കളല്ല,
ഇതൊരു സസ്പെൻസ് ഇട്ടതാണ്. കാര്യം കലാഭവനിൽ ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷാജോൺ ഒരു കുടിയൻ ഒരു ഐറ്റമായിട്ടൊരു വരവ് വന്നു. അപ്പോൾ ആ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് കൂടാണ് വന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് കൂടെ വരാൻ പ്രാവശ്യം ഇതുപോലെ 4-5 പ്രാവശ്യം കൂവി. പിന്നെ ഷാജോൻ വരുന്ന സമയത്ത് ഷാജോനെ കണ്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഈ കമ്മിറ്റിക്കാരെ വേറെ കുടിയാണെന്ന് പറഞ്ഞു കമ്മിറ്റി ഓഫീസ് കൊണ്ട് പൂട്ടിയിട്ടിരിക്കുക. പിന്നെ അവസാനം അവരുടെ കയ്യും കാലും പിടിച്ചാണ് ഷാജോനെ ഇറക്കിയത്. അപ്പം ഇന്ന് ഷാജോൺ അങ്ങനെ വരുമോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് ട്രെയിനിങ് നടത്തിയ, പക്ഷേ ഷാജോൻ്റെ ആ പേടിയൊക്കെ മാറി കറക്റ്റായിട്ട് കുടിയനായിട്ട് വരികയും ചെയ്തു. അതെ അതെ. പിന്നെ ഈ നമ്മൾ ഈ പ്രോഗ്രാമിന് കൂവുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർത്തത്, നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് സ്വന്തം പ്രോഗ്രാമിന് കൂവിയ ഒരാളുണ്ട്. അതിനൊരു സംഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയണ്ട. ഇനിയിപ്പോൾ അതായത് അസീസ് സംക്രാന്തി കേട്ടാലും പുള്ളിക്ക് അതൊരു വിഷമാവൂല. കുഴപ്പമില്ല, ഇതെല്ലാവരും കാണുന്ന ഒരു പ്രോഗ്രാം അറിയത്തില്ല, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോയതെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഈ കോട്ടയനസിന്റെ ടീമിലായിരുന്നു ഈ നസീർ സംക്രാന്തി. അപ്പോൾ ഒരു ഷോയ്ക്ക് ചെന്നപ്പോഴേ നസീർക്കട ഈ സംക്രാന്തി നസീർക്കട ഏതോ ഒരു സുഹൃത്തൊന്ന് ചെറുതായിട്ടൊന്ന് കൊണ്ടുപോയി കമ്പനി അടിപ്പിച്ച് അല്ലെ പ്രോഗ്രാമിന് മുമ്പ് അങ്ങനെ കഴിക്കുന്ന ആളല്ല നസീർ സംക്രാന്തി. പക്ഷേ എന്തോ ഒരു ബിയറോ അങ്ങനെ എന്തോ ഒന്ന് കഴിച്ചു പോയി. അപ്പോൾ ഈ പ്രോഗ്രാം ഇപ്പോൾ കോട്ടയം നസീർ പറഞ്ഞിടാൻ പറ്റില്ല, എൻ്റെ ഷോയ്ക്ക് മദ്യപിച്ചുകൊണ്ട് സ്റ്റേ കയറാൻ പറ്റില്ല, നീ ഇപ്പോൾ ഇറങ്ങിപ്പോന്ന് പറയുന്നത് നസീർക്ക് സംക്രാന്തി നസീർക്ക് പറഞ്ഞാൽ അങ്ങനെ പറയരുതരാ, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സൗണ്ട് അങ്ങനെ പറയരുത്, ഞാൻ ചെറിയ ബിയറല്ലേ കഴിച്ചുള്ളൂ, പറ്റില്ല നീ ഇറങ്ങിപ്പോന്നൊക്കെ പറഞ്ഞ് ഇറക്കി അങ്ങ് വിട്ട്. പുള്ളി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതുവഴി ഇറങ്ങി ഇതുപോലെ ഫ്രണ്ടിൽ പോയിരുന്നു. കോട്ടയം നസീർ വന്നിട്ട് മമ്മൂട്ടിയൊക്കെ മേലെടുത്ത് രാഘവന്നാരി ചെറ്റയെന്ന് പറയും. പുള്ളി ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനൊന്നും അല്ല കേട്ടോ, ഇത് ഇവനൊന്നും അറിഞ്ഞുകൂടാ, ഇവനെ പഠിപ്പിച്ച ഞാനാ എന്ന് പറഞ്ഞിട്ട് സംക്രാന്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നസീർക്ക് ഒന്നും മിണ്ടിയില്ല. പ്രോഗ്രാം കഴിഞ്ഞു, പേയ്മെൻ്റ് എല്ലാം കൊടുക്കുന്നു, വണ്ടിയിൽ കിട്ടുന്നു, പോകുന്നു. ചേർത്തലയ്ക്കും മുഹമ്മയ്ക്കും ഇടയ്ക്ക് ഒരു മനുഷ്യനും ഇല്ലാത്തൊരു സ്ഥലത്ത് വെളുപ്പിന് 3 മണിക്ക് ഇറക്കി വിടുന്നു, ഇറങ്ങി പൊക്കാടാന്ന് പറഞ്ഞു. പക്ഷെ അന്നുകൊണ്ട് നസീർക്ക് ക്ലീനായി. ആര്? സംക്രാന്തി നസീർക്ക്. അതാണ് ഇപ്പോൾ പറഞ്ഞപ്പോൾ ഈ പേരിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളൊരു ഈ സിനിമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂ ഒക്കെ വരുമല്ലോ. അപ്പോൾ ഇതുപോലൊരു നടനോട് ചോദിച്ചതാണ് എന്താണ് ഇതിലെ ക്യാരക്ടർ എന്ന് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു TV-ക്ക് വേണ്ടി പറഞ്ഞാണ്, എൻ്റെ ഇതിലെ കഥാപാത്രം വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണിത്. ഈ ഒരു വില്ലനാണ് ഈ സിനിമയിലെ മെയിൻ. അപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സിനാണ് ഈ വില്ലൻ ആരാണെന്ന് അറിയുന്നത്. തുടക്കത്തിൽ വില്ലൻ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ പൊട്ടിപ്പോകും. ആ വില്ലനായിട്ട് അഭിനയിക്കുന്നത് ഞാനാണ്, പക്ഷേ പൊട്ടിച്ചു വില്ലനായിട്ട് അഭിനയിക്കുന്നത് ഞാനാണ്, പക്ഷേ ക്ലൈമാക്സ് ഒരു ഇതാരും അറിയാൻ പാടില്ല. അതാണ് ഈ സിനിമയുടെ വിജയം എന്ന് പറഞ്ഞാണ് സംക്രാന്തിയുടെ കാര്യം. അല്ല ശരി, ഒറ്റ ഡയലോഗ് മതി സാറേ. ഒരു നാടകം പൊളിക്കാനല്ല സിനിമ പൊളിക്കാൻ ഒരാൾ വിചാരിച്ചാൽ മതി. സിനിമ പൊളിക്കാനല്ല നാടകം പൊളിക്കാൻ. കാര്യം നമ്മൾ ഈ പല പരിപാടി സ്ഥലത്തും ചെല്ലുമ്പോഴും നാടകം അതിന് മുമ്പാണ് നാടകം നടക്കുന്നത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട അതിൽ പറയേണ്ട ചില ആൾക്കാർ വന്നില്ലെങ്കിൽ ഈ ടെൻഷൻ കാണും ഈ നാടകം നടക്കുക. അപ്പം നമ്മൾ ചെന്നപ്പോൾ ഒരാൾ ഇങ്ങനെ സൈഡിൽ കൂടെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ആരാടാ നീ, എന്താടാ ബാഗിൽ, ഇതിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഇതാണ് ഒറ്റ ഡയലോഗ് ഉള്ളി പുള്ളിക്ക്. ആരാടാ നീ, എന്താടാ ബാഗിൽ. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ ഷാണ് പറഞ്ഞു, ഷാണ് നീ എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോൾ മറ്റേ മെയിൻ നടൻ പറഞ്ഞു, അത് ആ സീൻ അഭിനയിക്കേണ്ട ആൾ വന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ലൈറ്റ് ഓപ്പറേറ്ററാണ് ചെയ്യുന്നത്. അപ്പോൾ അവന് ടെൻഷനാണ്. ഈ ഒറ്റ ഡയലോഗ് ഉള്ളൂ, ആരാടാ നീ, എന്താടാ ബാഗിൽ. മെയിൻ ആൾ ചോദിക്കുന്നുണ്ട്, നീ ഡയലോഗ് പഠിച്ചല്ലോ, പഠിച്ചു പറഞ്ഞേ, ആരാടാ നീ, എന്താടാ ബാഗിൽ. കറക്റ്റ് സമയത്ത് വന്ന് ചോദിച്ചോണേ ഇത്. ശരി ശരി, ഇത് മെയിൻ ഇന്റർവെൽ പഞ്ചാണിത്. ഓക്കെ ആണല്ലോ, ശരി ശരി. വരൂ, വന്നു ഡയലോഗ്. ആരാടാ ബാഗിൽ, എന്താടാ നീ. ഒറ്റ ഡയലോഗ്. പിന്നെ നാടകം ഇന്റർവെല്ലിന് വരാതെ ക്ലൈമാക്സ് ആക്കി. പിന്നെ അവർ ഒറ്റ കിട്ടില്ല. 93-ലാവുന്നു ഇന്നസെന്റ് ഏട്ടനൊക്കെ ആയിട്ട് ഞങ്ങൾ സിദ്ദിഖ് ലാൽ സിനി ഗാലക്സി എന്ന് പറഞ്ഞ ഗൾഫിൽ ഒരു ഷോ പോയി. അതിനകത്ത് ഇന്നസെന്റ് ഏട്ടൻ ഹെൽമെറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ആളുകളുടെ ഇടയിൽ നിന്ന് കയറി വരും, ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ. അപ്പോൾ ഹെൽമെറ്റ് ആയതുകൊണ്ട് ഇന്നസെന്റ് ഏട്ടനാണെന്നും അറിയില്ല. ഈ വരുമ്പോൾ പലയിടത്തും ഈ അറബി പോലീസുകാർ ഇയാളെ പിടിച്ച് കൊണ്ടുപോകും. പിന്നെ ഈ അറബി പോലീസുകാരുടെ ഇന്ന് പിള്ളേ അത് കള്ളു പിടിച്ചിട്ട് ബഹളം ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുപോയി വലിച്ചോണ്ട് പോകും, പിന്നെ പോയി പിടിച്ചോണ്ട് വരും. അങ്ങനെ 1-2 പ്രാവശ്യം. പക്ഷേ ഏറ്റവും ഭയങ്കര രസം എന്താണെന്ന് വെച്ചാൽ വന്ന് കയറുമ്പോൾ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിൽ ഞാനിങ്ങനെ പിടിച്ച് ഇന്നസെന്റ് ഏട്ടനെ കയറ്റുമ്പോൾ മുട്ടുകുത്തി വീഴും. അപ്പോൾ ജനം ചിരിക്കും. അങ്ങനെ ഈ ഷോ കഴിയുമ്പോഴേക്കും പുള്ളിയുടെ കാലിൽ ഒരുപാട് സ്ഥലത്ത് മുറിവായി. അതിങ്ങനെയുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചോദിച്ചു, എന്തിനാ ചേട്ടൻ ഇങ്ങനെ വീഴുന്നു? ഓരോ ഷോ കഴിയുമ്പോഴത്തേ ഇന്നും പൊട്ടിയിട്ടോ എന്ന് പറഞ്ഞ് കാണും. ഞാൻ ചോദിച്ചു, ചേട്ടന് വീഴുന്നത് എനിക്കൊന്നും കാണില്ല, ഈ ഹെൽമെറ്റ് വെച്ച. അപ്പോൾ ഹെൽമെറ്റ് വെച്ചാൽ കാണാതിരിക്കും, ഹെൽമെറ്റ് വെച്ചാൽ കാണുമല്ലോ, അല്ലെങ്കിൽ ബൈക്കൊക്കെ ഓടിക്കുന്ന ആളുകൾ വല്ലയിടത്തൊക്കെ പോയി കയറില്ല. എനിക്കെന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഞങ്ങൾ പറഞ്ഞു, എന്നാൽ ഇന്നസെന്റ് ഷോറ് കൂടിയിട്ടുണ്ട് കേട്ടോ, കണ്ണ് ഈ ചെറിയ ഇത് വന്നപ്പോഴേക്കും കണ്ണിന് കാഴ്ച കുറവാണ് എന്ന് പറഞ്ഞിട്ട് ഇന്നസെന്റ് ഏട്ടൻ്റെ എല്ലാ സ്റ്റേജിലും വീഴും. ഈ സീനത്തിൻ്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ അനിലാണ് കൊണ്ടുവരുന്നത് സ്റ്റേജിലേക്ക്, കൊണ്ടുവന്ന് കയറ്റും, വീഴും. ഇത് തന്നെയാണ് ഈ ഷോ കഴിഞ്ഞ് ലാസ്റ്റ് സാധനങ്ങളൊക്കെ നമ്മൾ വലിയ സക്സസ് ആയിരുന്നു ഷോ. ഈ വിതരണം ചെയ്തപ്പോൾ ഈ ഹെൽമെറ്റ് ഒന്നും തിരിച്ചു കൊണ്ടുവരണ്ട. അപ്പോൾ അവിടെ നിന്നിരുന്ന് നമ്മളെ സഹായിക്കാൻ നിന്ന ഒരാളുടെ കയ്യിൽ കൊടുത്തു, ഇത് നിങ്ങൾക്കിരിക്കട്ടെ, ഇതിൻ്റെ ഒരു ഷോയുടെ ഓർമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ അയാൾ അതൊക്കെ വാങ്ങിച്ച് അയാൾ തലയിൽ വെച്ച് നോക്കി. അയാൾ
വെച്ച് നോക്കിയിട്ട് അയാൾ ഇങ്ങനെ എടുത്തിട്ട് അയാൾ പറഞ്ഞു ഇതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഈ ഗ്ലാസിൻ്റെ പുറത്തൊരു കറുത്ത പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് അതിങ്ങനെ പൊളിച്ച് കളഞ്ഞു സ്ക്രാച്ച് വീഴാതിരി അത് വെച്ചിട്ടാണ് ഈ ഇത്രയും ദിവസം ഇന്നസെൻ്റ് ആയിട്ട് വന്നതിൻ്റെ ചില കാര്യം. നമ്മൾ ഈ ആലപ്പുഴ സൈഡിൽ ഒരു മഴയൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ ആ ബീച്ചിൻ്റെ സൈഡിലാണ് പ്രോഗ്രാം ചെയ്യാൻ റെഡിയായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന സൈഡിൽ ഈ വെള്ളമൊക്കെ ഉണ്ട്, അതായത് ഫ്രണ്ടിലൊക്കെ വെള്ളവും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഓഡിയൻസ് ഒക്കെ ഇങ്ങനെ കുറച്ച് പേരൊക്കെ നിൽക്കുന്നു, കുറച്ച് പേരൊക്കെ ഇരിക്കുന്നു. കള്ളുകൂടിൻ്റെ ഐറ്റം തുടങ്ങി, മഴ മാറി സ്റ്റേജിൽ നനവൊക്കെ ഉണ്ട്, എന്നാലും ആൾക്കാരുണ്ട്. ഭയങ്കര ഇഷ്ടമായിട്ട് അവിടെ ഉള്ള ആൾക്കാർക്ക് മിമിക്രിയൊക്കെ ഇഷ്ട കലാഭവൻ്റെ ഒക്കെ ഉണ്ട്, അവരവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് ഈ സ്കിറ്റ്. അപ്പോൾ ഇങ്ങനെ ബഹളം വെച്ചു. അപ്പോൾ ഇടോ എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ബഹളമൊക്കെ വെച്ചു. ഇങ്ങനെ വരാൻ നേരം അപ്പോൾ കുറച്ച് പേര് അവിടെ രൂക്ഷമായിട്ട് നിന്ന് ഇത് ആരാണെന്നൊക്കെ വെച്ച് പ്ലാൻ ചെയ്തിട്ട് ഇവർ പതുക്കെ ഷാജനെ അടിക്കാനുള്ള പ്ലാനിങ് ആയി. അടിക്കാൻ അവിടെ തുടങ്ങി. എടാന്ന് വിളിച്ച് ഷാജോൻ പതുക്കെ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. പിന്നെ ഓട്ടത്തിന് സ്പീഡ് കൂടി ഇവർ പുറകെ ഓടി വരിക. ഓടി വന്ന് ഷാജോൻ ഈ സ്റ്റേജിൻ്റെ സൈഡിൽ വന്ന് ഇങ്ങനെ കാലെടുത്ത് ഇങ്ങനെ വെക്കുക. പിന്നെ ഷാജോൻ ഇങ്ങനെ അത് പറഞ്ഞ് പുറകോട്ട് നിൽക്കുക. അതില്ലാത്ത അപ്പോൾ നമുക്ക് പിടിയിട്ടില്ല കാര്യം. എക്സ്ട്രാ ഒരു പെർഫോമൻസ് കോമഡി. ബാക്കി പറഞ്ഞ ഷാജോൻ ബാക്കി. പിന്നെ ഞാൻ വരുന്നു, പിന്നെ ചാടി വന്നിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മഴ പെയ്തുകൊണ്ട് സ്റ്റേജ് കംപ്ലീറ്റ് ഷോക്കാ. ഞാൻ ചെന്ന് വീണ്ടും പുറകോട്ട് വരിക. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി ഇത് നമ്മള് മിമിക്രി ഉള്ളതാണ്, കള്ളുകൂടിനായിട്ട് അഭിനയിക്കാന്ന് മനസ്സിലായി. ഉടനെ അവരെല്ലാരും കൂടെ ഇതെന്താ കേറി. ഞാൻ പറഞ്ഞു വേണ്ട, ഈ ഐറ്റം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അവർ പറഞ്ഞേ ഇത് ഞങ്ങൾ അപ്പുറത്ത് കണ്ടിട്ടുള്ളതല്ലേ, കേറെന്ന് പറഞ്ഞ ഒരു 15 പേര് എന്നെ പിടിച്ച് കയറ്റി സ്റ്റേയിലോട്ട് വെച്ച് ഞാനും 15 പേരും അന്ന് ഏത് സ്റ്റേജ് കിട്ടുന്ന കഴിഞ്ഞും കൂടുതൽ കൈയ്യടി കള്ളുകൂടി മുഴുവൻ കളിക്കേണ്ട വന്നില്ല. കൈയ്യടി കിട്ടി, നല്ല ബുക്കിംഗ് കിട്ടി. പ്രത്യേകിച്ച് കള്ളുകൂടിയും വേണമെന്ന് പറയുന്നത് നാട്ടുകാരെയൊക്കെ ഷോക്ക് പഠിപ്പിച്ചു. എല്ലാവരും തുള്ളുകാരുന്നു. അന്നും പ്രചോദ് പുതിയ സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ച് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം ഞങ്ങൾ കലാഭവനിൽ ഞങ്ങൾ ഒരുപാട് 5 വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. കലാഭവനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും ഞങ്ങൾ രണ്ടുപേരുമാണ് കൂടുതലും കോമ്പിനേഷനായിട്ട് ഷോയ്ക്കൊക്കെ പോയിട്ടുള്ളത്. അപ്പം ഇവൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു പ്രത്യേക ധൈര്യമുണ്ട്. അവനും അതുപോലെ തന്നെ അല്ലടാ, അങ്ങനെ തന്നെ അവനും അങ്ങനെ ഒരു ധൈര്യം ഉണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. കാര്യം നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, നമ്മൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ വെച്ചാണ് നമ്മൾ ചെന്നിട്ടാണ് അതോ ആ സ്കിറ്റ് നമുക്ക് ചെയ്താലോ എന്ന് പറഞ്ഞാണ് സെറ്റ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി ഒരു എന്തൊരു സംഭവം പോലെ വരുന്നത്. അപ്പോൾ ഇവൻ പുതിയ കുറേ സംഭവങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരാളുമാണ്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള 1-2 സംഭവങ്ങളുണ്ട് രാഷ്ട്രീയക്കാരനെ. തീർച്ചയായിട്ടും. അപ്പം മലയാള സിനിമയിലെ താരങ്ങൾ നമ്മൾ രാഷ്ട്രീയതാക്കളുടെ ശബ്ദവുമായി സാമ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്നത് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളുമായിട്ട് നല്ല സാമ്യമുണ്ട്. ചിലപ്പോൾ നമ്മുടെ ശബ്ദം ചില മൃഗങ്ങളുമായിട്ട് സാമ്യമുണ്ട്, ചില പക്ഷികളൊക്കെ ആയിട്ട് സാമ്യമുണ്ട്. അങ്ങനെ ഈ മാറി വരുന്നത് ഷാജോൻ കാണിക്കുക, അതായത് സിനിമാ താരങ്ങളെ രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദത്തിലേക്ക് മാറ്റുന്നത്. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു ഗായകനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ചിരി എന്ന് പറയുന്ന ട്രേഡ് മാർക്കാണ്. അപ്പോൾ ഈ ചിരി പതുക്കെ ഒരു കോഴി എന്ന് പറയുന്ന പക്ഷിയിലേക്ക് മാറുന്നത് ഞാനൊന്ന് കാണിക്കാം. ഒരു മോർഫിൻ നിന്നിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞാൽ പോരെ, കോഴി എന്ന് പറഞ്ഞ പക്ഷി എന്നൊക്കെ പിന്നെ എടുത്ത് പറയണ്ടല്ലേ. ഞാൻ പറഞ്ഞില്ല അമേരിക്കയിലെ ഫോട്ടോസിനായാലും കരയതൊക്കെ പ്രചോദയെ നടക്കട്ടെ. ഞാൻ സ്വഭാവമല്ല ഉദ്ദേശിച്ച ശബ്ദമാണ്. ഓക്കെ, കേൾപ്പിക്കാം. മാന്യ പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഏതായാലും പങ്കെടുത്ത വ്യക്തിക്ക് 10,000 രൂപ സമ്മാനം കിട്ടിയിരിക്കുകയാണ്. സന്തോഷമായല്ലോ അല്ലേ? ഇതുപോലെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ബാബു നമ്പൂതിരി സാറുണ്ടല്ലോ. അപ്പം അദ്ദേഹം എന്ത് സംസാരിച്ചാലും വളരെ പതുക്കെ സാവധാനത്തിൽ സംസാരിക്കുന്ന ആളാണ്. അപ്പം അതേ സംഭാഷണ രീതിയും ആ ഒരു ശബ്ദത്തിന് സാമ്യമൊക്കെ ഉള്ളൊരു രാഷ്ട്രീയ നേതാവ് നമുക്കുണ്ട്. നമ്മുടെ പ്രതിരോധ മന്ത്രിയായിരുന്നു, നമ്മുടെ മുൻ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലേക്ക്, എ കെ ആന്റണി സാറിൻ്റെ ശബ്ദത്തിലേക്ക് ബാബു നമ്പൂതിരി സാറിൻ്റെ ശബ്ദം മാറുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സത്യത്തിൽ ജനക മഹാരാജാവിൻ്റെ വില്ലൊടിക്കണമെന്ന് കേട്ടപ്പോഴേ എൻ്റെ കാരണത്തടിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. വില്ലൊടിക്കുന്ന കേട്ടപ്പോഴല്ല, വില്ലൊടിക്കുമ്പോൾ എൻ്റെ എല്ലൊടിയില്ലുമോ എന്ന് കേട്ടിട്ടാ. സത്യം പറഞ്ഞാൽ ഞാനൊരു പാവമാ. സത്യം 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 പറഞ്ഞാൽ ഞാനൊരു പഞ്ചപാവമാ. ഇവിടെ ഉണ്ടായിരുന്ന കുറേ പേര് എനിക്കിട്ട് പാര വെച്ചിട്ടാണ് ഞാൻ ഡൽഹിക്ക് പോയത്. പിന്നെ അവിടെ പ്രതിരോധ മന്ത്രി ആയിഹും. അപ്പോൾ എനിക്കിട്ട് പാര വെക്കാൻ വന്നു ഞാൻ തിരിച്ചങ്ങോട്ട് മിസൈൽ വിട്ടുകൊടുക്കും. അത്രയേ ഉള്ളൂ. താങ്ക് യു. ഇനി അതുപോലെ തന്നെ ഒരു അവതാരകനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദം ഞാൻ മൃഗത്തിലേക്ക് മാറ്റുകയാണ്. നമുക്ക് പ്രിയപ്പെട്ട ഒരു അവതാരകനാണ്. ഹലോ, സമദൂരം പരിപാടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഹാർദവമായ സ്വാഗതം. റോഡുകളുടെ എണ്ണം കുറയുകയും വാഹനങ്ങളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നതുകൊണ്ടുള്ള കേരളത്തിൽ അപകടങ്ങൾ കൂടുന്നത്. ഏതായാലും എനിക്ക് നിങ്ങൾ ഒന്നേ പറയാനുള്ളൂ. ഗുഡ് ബൈ.
ഞാനിനി അനുകരിക്കുന്നത് നമ്മുടെ ഒരു നേതാവിനെയാണ്, SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സാറിനെയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റ് മാറ്റങ്ങളൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഞാനിതിൻ്റെ ക്രെഡിറ്റ് എൻ്റെ പ്രിയ സുഹൃത്ത് സുരാജിന് കൂടെ കൊടുക്കുകയാണ്. അവനിപ്പം ഇത് TV യിലൂടെ കാണുന്നുണ്ടെങ്കിൽ എന്നെ ചീത്ത പറയുന്നുണ്ട്. കാര്യം അവനോട് പറഞ്ഞിട്ടുണ്ട്, നീ സിനിമയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, മിമിക്രിയും പറഞ്ഞുകൊണ്ട് സ്റ്റേജിലോട്ട് എങ്ങാനും വന്നെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സുരാജ് ഞാൻ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. നിൻ്റെ നിന്ന് പഠിച്ചതാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സാർ. അതായത് SNDP ഒരു സംഭവം തന്നെയാണ്. അത് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനാണ്. അത് ഏത് ദൈവമാണ് സുകുമാരൻ ചേട്ടനും അറിഞ്ഞുകൂടാ, എനിക്കും അറിഞ്ഞുകൂടാ. എന്തൊക്കെയായാലും അതാ. നമസ്കാരം. ഭീമ സിനിമ ചിരിമയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭീമ സിനിമ നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാനൊന്ന് ആങ്കർ ചെയ്യാൻ നോക്കണത്. മനസ്സിലുള്ള എന്താന്ന് പറ. അല്ല, എനിക്ക് ടെൻഷൻ കാരണം അപ്പൊ വിക്ക് വരും. അപ്പൊ നിനക്ക് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത്, പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ല. ഇതെന്താ ഭീമ സിനിമ ചിരിമ? നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് ഭീമ, കേരള, കർണാടക, തമിഴ്നാട്. അത്രേ ഉള്ളൂ. എന്താണ് സ്കിറ്റ് കളിക്കാൻ പോയി, രക്ഷപ്പെട്ടില്ല. പാട്ട് പാടാൻ പോയി, അതിന് രക്ഷപ്പെട്ടില്ല. ഇപ്പൊ ഒരു പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിയൊക്കെയാണ്, ആങ്കറിങ്. ഞാനേ അവനത് അവൻ ചെയ്യട്ടെ. പിന്നെ പറഞ്ഞ നീ ഭീമ സിനിമ കണ്ടാകൃതം 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 കണ്ടാകൃതം. എടാ, എന്തിനാണ് വയ്യാത്ത പറ്റി കയ്യാലെ കയറുന്നത്? അല്ല, എന്നാലും ഇത് ആരെ കൊണ്ടെങ്കിലും ഇത് കോമ്പയർ ചെയ്യിക്കണ്ടേ? അതിനെ പറ്റി ഒരു ഉഗ്രൻ ആളവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടോ? എടുക്കാൻ കൊച്ചി എവിടെ? ദേ ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ, കേരള, കർണാടക, തമിഴ്നാട്. പ്രിയപ്പെട്ട മനഃശാസ്ത്രജ്ഞ, ഞാൻ എഴുതുന്ന 7ാമത്തെ കത്താണ്. കഴിഞ്ഞ കത്തിൽ പറഞ്ഞതുപോലെ സുന്ദരിയും സുമുഖിയും സുശീലയുമായ ഒരു വീട്ടമ്മയാണ് ഞാൻ. പേര് കോമള. എൻ്റെ ദാമ്പത്യ ജീവിതം ആകെ താറുമാറായിരിക്കുകയാണ്. എൻ്റെ ഭർത്താവിന് എന്നോട് ഒട്ടും താല്പര്യമില്ല, മറ്റ് സ്ത്രീകളോടാണ് താല്പര്യം. ഉടൻ മറുപടി തരില്ലേ ശാസ്ത്രജ്ഞ? അണ്ണാ അണ്ണോ ചേച്ചി, അണ്ണ എന്ത്? അണ്ണനല്ല, അണ്ണാനാണ്. അണ്ണാനാ? ആ, ആൽമരം പോലെ ഇവിടെ നിൽക്കാൻ നേരത്ത് മറ്റുള്ള മരങ്ങളിൽ ചാടി ചാടി നടക്കുന്നവനെ അണ്ണാന്നല്ലാതെ വേറെന്താ വിളിക്കണ്ടേ? ചേച്ചി തമാശ പറഞ്ഞ അണ്ണനെ വിളിക്കും, പണിക്കവിടെ നേരോ. ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എത്ര പണിക്കാരാ? ഞങ്ങൾ 2 പേര്, ഞാനും അണ്ണനും. വേറെ ആരൊക്കെ ഉണ്ട്? വേറെ ഇഷ്ടംപോലെ പണിക്കാരുണ്ട്, എനിക്കറിയാൻ പാടില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടെന്ന്? ഞാനുണ്ട്, അണ്ണൻ മേശരായിട്ടുണ്ട്, ഹെൽപ്പറായിട്ട് ശാന്ത ചേച്ചി. എന്തിനാ ഒരാൾക്ക് 2 ഹെൽപ്പർമാര്? ചേച്ചി എന്തൊക്കെയാണ് ഈ പറയണത്? ചേച്ചി, ഈ ശാന്ത ചേച്ചി സിമെന്റും മണലും കൂടി ഉണ്ടല്ലോ, ഒരു കുഴക്കലങ്ങ് കുഴക്കും. ശാന്ത ചേച്ചിയുടെ കൂട്ടെന്ന് വെച്ചിട്ടല്ല, ആ കൂട്ട് കിട്ടിയെങ്കിൽ അണ്ണന് തൃപ്തിയാകുള്ളൂ. ശാന്തയുടെ കൂട്ടാണ് അണ്ണന് തൃപ്തി. അതെ, ശാന്തയുടെ അണ്ണന്റെയും കൂട്ട് എനിക്കത്ര തൃപ്തിയല്ല. എന്റെ ദൈവമേ, എന്റെ ഭർത്താവെന്ന് പറഞ്ഞ കാലമാണ് നടക്കുക എന്റെ ജീവിതം നശിപ്പിക്കാനായിട്ട്. ഇതൊക്കെ വെറും നിസ്സാര കാര്യമാണ്. ഈ നാട്ടുകാർ വെറുതെ പറഞ്ഞു വരുത്തലാണ്. അതായത് ഉച്ചക്ക് ഊണ് കഴിക്കുമ്പോ ശാന്ത ചേച്ചി പുരുഷൻ ചേട്ടൻ ഇത്ര ഊണ് വാരി കൊടുക്കണം. ഇത്രയും നാളായിട്ട് എനിക്കൊരു ചോറ് വാരി തന്നിട്ടില്ല കാലം. ഇതൊക്കെ എന്ത് കരയാനിരിക്കുന്നു? ഞങ്ങള് ഭക്ഷണം കഴിക്കുമ്പോ ഇത്ര വിശ്രമിക്കുമല്ലോ, അപ്പൊ ശാന്ത ചേച്ചിയുടെ മടിയിൽ പുരുഷൻ ചേട്ടൻ. ഇതൊക്കെ ഇത്ര വലിയ നാട്ടുകാർ അതും ഇതൊക്കെ പറയും. പിന്നെ വേറെ കാര്യം അറിയാമോ? ശനിയാഴ്ച കൂടുതൽ പൈസ കിട്ടും വേണ്ടല്ലോ, ശാന്ത ചേച്ചിക്ക് നൈറ്റ് മേടിച്ചു കൊടുക്കുവാണേ. ചേച്ചിക്ക് അടിപ്പാവിടെ ഞാൻ മേടിച്ചു തരാം. ഇന്ന് ഇവിടുന്ന് ആരും പണിക്ക് പോകത്തില്ല. നിനക്കൊരു കാര്യം അറിയോ? പഞ്ചായത്ത് പ്രസിഡന്റിനെയും അണ്ണന്റെ പെങ്ങളെയും പെങ്ങളുടെ ഭർത്താവും എല്ലാം ഇവിടെ വരും. ഇന്നൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോകും. അപ്പൊ എനിക്കങ്ങ് പോകാല്ല. നീ എവിടെ പോവാ? നീ ഒറ്റൊരുത്തരാണ് സാക്ഷി. സാക്ഷിയായിട്ട് ശാസ്ത്രജ്ഞ ഒരു ഹെൽപ്പറും കൂടെ വന്നിട്ടുണ്ട്. അണ്ണാ, ചന്ദന വളയിട്ട കൈ കൊണ്ടു. നീ പണിക്ക് പോകുമ്പോന്നാണ് അതോ പെട്രോൾ പമ്പിൽ നിൽക്കാൻ വന്നാണ്? ചേട്ടന്റെ
ആ മുറുക്കെ പിടിച്ചല്ല താഴെ പോകും. സാധനം എടുക്ക്, പെട്ടെന്ന് എടുക്കാം. മുഴക്കോലെടുക്ക്, ഇവിടെ ആര് പണിക്ക് പോണ്? എന്തോ ഇവിടെ ആര് പണിക്ക് നീ പോണ്? എന്നോട് മിണ്ടല്ലേ, എനിക്ക് അറപ്പായിട്ട് പോയി പോടുന്നു. എടാ, എന്റെ ശവത്തിൽ ചവിട്ടിയിട്ടേ ഇവിടുത്തെ പണിക്ക് പോകത്തുള്ളൂ ഇവിടെ. ഇനി എന്ത് ശവാവാനാണ്, ഇപ്പോഴേ ശവമാണ്. നിങ്ങളാ ചാത്തയ്ക്ക് ചോറ് വാരി കൊടുക്കാനല്ലേ, ചാത്തയുടെ മടിയിൽ പോയി കിടക്കാനല്ലേ, ചാത്തയ്ക്ക് അടിപ്പോടെ മേടിച്ചു കൊടുത്തില്ലേ? ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു. വന്നേ. ചില കൽപ്പണിക്കാര് കൂട്ടുറക്കാതെ വരുമ്പോ മനുഷ്യനായിട്ട് കെട്ടും, കളിക്കല് കെട്ടും. അതുപോലെ ഞാൻ കെട്ടേണ്ടി വരുവോ? വേണ്ട, വീട്ടിൽ പോരുന്ന് മാറിന്നോ. നീ മാറിക്കാൻ പണിക്ക് പോട്ടെ. ഇവിടുന്ന് ആരും പോകത്തില്ല പണിക്ക്. നിനക്ക് എന്തിന്റെ ഭ്രാന്താടി? നിങ്ങൾ എന്റെ ഭർത്താവ്- തുടരുത് പ്ലീസ്. നിങ്ങൾ എന്റെ ഭർത്താവാണോ? എനിക്ക് എന്താ ഒരു കുറവ്? അയ്യോ, കൂടുതലാണ് മൊത്തം. ആ കുട്ടീനെ എന്തായാലും പറഞ്ഞാട്ടല്ല. ഈ പന്ന പറഞ്ഞ കളവിയാണാ വിളിക്കുന്നത്? നീ കരയല്ലേ, നീ കരയാതെ. 10 മണിക്ക് ചായ അടിക്കുന്ന നിർമ്മത്തേക്ക് ഇറച്ചിയും പൊറോട്ട മേടിച്ചു തരാം കേട്ടാ. ഇറച്ചിന്ന് കേട്ടത് എന്താടാ പൊറോട്ട? പൊറോട്ട തിന്നണ സാധനം ഡെയിലി മേടിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വിട്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. വെള്ളപ്പൊക്കം ഒന്നും പറഞ്ഞ് പഴയ ഷർട്ട് കൊടുക്കൊന്നും പറഞ്ഞ് രാവിലെ വന്നാ. ആ ഞാൻ ആരാന്ന് അറിഞ്ഞൂടെ? ഇല്ല. നിനക്കറിയാവടാ? അണ്ണന്റെ ഭാര്യ കോമള. വാങ്ങി എറിച്ചല്ല. അവന്റെ കൂടെ പൊക്കൊന്നു. എനിക്ക് ചോറിനായിട്ട് ഉച്ചക്ക് മുട്ട വറുത്ത കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കടാ. അയ്യോ, കാലത്ത് എന്റെ കുടുംബം തകർത്ത് വെമ്പറേ. നീ ഒന്ന് വാ ഇടക്ക്. എങ്ങനെ നിന്റെ കൂടെ ഒരുത്തം പോറും? അതല്ലേ ഞാൻ ഇഷ്ടമായത്. നീ അതേ പറഞ്ഞാണ്. നീ ഫ്രണ്ടിലോട്ട് വന്നേ, മുന്നോട്ട് വന്നേ. എന്താണ്? എടാ, നീ ഒരു കൽപ്പണിക്കാരനാണ്. അതെ. എടാ, ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇച്ചിരി സിമെന്റ്, ഇച്ചിരി മണല്, ഇച്ചിരി മെറ്റല്, എല്ലാം പറയുന്നത് കറക്റ്റ് കണക്ക് പറ. എത്ര ചട്ടി ചരല്, എത്ര ചട്ടി മെറ്റല്, എത്ര ചട്ടി സെമന്റ്, എത്ര ചട്ടി കിട്ടണം? 3 ചട്ടി കിട്ടാല. 3 ചട്ടി കിട്ടാൻ ബലം കിട്ടുവോ? ഇവിടെ വീട് പണിക്ക് വന്നതാണ്. അതല്ല, നിന്റെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാൻ പോയെന്ന്. ഒരു തീരുമാനമല്ലേ. എനിക്ക് ഇവിടെ വേണ്ട, എനിക്ക് ഇവിടെ മതി. സ്റ്റോപ്പ് ഇറ്റ്. നീ ആ മൂത്താട്ടൊന്ന് നോക്കിയേ. പണി തീരാത്ത വീട് പോലെ നിക്കണം കണ്ടാണ് അവള്. എന്നിട്ടാണ് നീ ഇങ്ങോട്ട് ഓടിക്കേറിയത്. മെമ്പറേ, ഈ പണി തീരാത്ത വീട്ടിൽ മെമ്പർ കയറി കിടക്കുവാ. ഇങ്ങോട്ട് നോക്ക്. ഒരു നില പണി കഴിഞ്ഞ് രണ്ടാമത്തെ നിലക്ക് തൂണിട്ട് നിൽക്കാണ്. വൈറ്റ് സിമെന്റ് അടിച്ചാൽ മതിയായിരുന്നു. നോക്കിയേ, ഞങ്ങൾ രണ്ടിലും നോക്കിയേ. നിങ്ങൾ രണ്ടിൽ ആരാ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പറഞ്ഞില്ലേ, അത് ശാന്ത തന്നെയാണ്. അത്രേ ഉള്ളൂ, ഞാനും അത്രേ പറയുള്ളൂ. എന്ന് കരുതി 2 കല്യാണം കഴിച്ച് ഈ വാർഡിൽ സൂക്ഷിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കാല. അപ്പൊ മെമ്പർ 2 കല്യാണം കഴിച്ചേക്കണം. അങ്ങനെയാണ് ആ പ്രശ്നം വിട്ടുകളാ. ഇങ്ങോട്ട് വന്നേ, ചെല്ലി ബന്ധുക്കളൊക്കെ പെങ്ങളും ഭർത്താവും വരും. ഇങ്ങോട്ട് വന്നോട്ടെ, ഇവിടെ പ്രശ്നമായി ഇവിടെ. അപ്പൊ എല്ലാരും വരട്ടെ. എന്നിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോണുള്ളൂ. ഒരു തീരുമാനം എടുക്കണ്ട. അതേ ഇരിക്കണ്ടല്ലേ, ഈ സാധനത്തിന് എനിക്ക് വേണ്ട. നീ മതി വരട്ടടാ. ബന്ധുക്കൾ ആരാന്ന് വെച്ചാൽ ചേട്ടാ, ചേട്ടൻ എന്ത് പണിയാ കാണിച്ചേ? ചേട്ടൻ കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റണ്ടോ? എന്റെ ഭർത്താവിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയൊക്കെയല്ല, നിങ്ങളുടെ തലയ്ക്കാ കുഴപ്പം. ചേച്ചി പുരുഷന് വഴക്കും അറിയില്ലേ? പുരുഷു ഏതാ ഈ സാധനം? എന്റെ ലൈനാ, എന്റെ ലൈൻ. ലൈനാ? അത് ഈ വലിയ വർത്താനൊന്നും പറയണ്ട. നീ വന്നേ. നീ കല്യാണത്തിന് മുമ്പ് പോസ്റ്റ്മാനോട് വിളിച്ചോടി പോയാൽ ഞാൻ പറയണ. അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അതല്ല ഇപ്പോഴത്തെ പ്രശ്നം. ചേട്ടന്റെ അവിഹിത ബന്ധമാണ് പ്രശ്നം. അളിയൻ എല്ലാ കാര്യം അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെ കാലി നുള്ളി നിൽക്കുക. ഇങ്ങ് വരട്ടെ. ചേച്ചിക്ക് എന്ത് കുറവുണ്ടായിട്ടായി? കുറവല്ല, ഇത് കൂടുതലാണ് മൊത്തം. അളിയാൻ വരട്ടെ. അളിയാൻ വന്നിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനം. അളിയൻ വരുമ്പോ ഒറ്റ വെട്ടില് 2 തുണ്ടാക്കും. ഞങ്ങൾ സത്യസന്ധമായ പ്രണയമാണ്. പ്രിയപ്പെട്ട മനഃശാസ്ത്രജ്ഞ, അളിയൻ രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞു. ഒറ്റ വീട്ടിൽ 2 തുണ്ടമാക്കുന്നവനാണ് അളിയൻ. ഒരു മറുപടി തരണേ. തരണേ, തരും. ചോദിക്കണ്ട, ചോദിക്കണ്ട, ചോദിക്കണ്ട. അല്ല, ഞാനൊരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. ഇപ്പൊ ഈ തിരിഞ്ഞു നോക്കാനുള്ള കുഴപ്പമില്ല. നമ്മൾ നമ്മൾ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ വന്നതല്ലേ. നമ്മൾ തമ്മിൽ തല്ലിയാൽ ഈ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം ഉണ്ടാവും? ഞാൻ പെട്ടെന്ന് മറന്നു. ചോദിക്കണ്ട. ഈ സമയം താങ്കൾ എണ്ണ പണ്ടറിവ് നിക്കണില്ല. ദേഷ്യമല്ല, ദേഷ്യം വന്നിട്ടുള്ള വിക്കോ.
എന്താണിത്? ഞാൻ തന്നെ എന്ത് വിളിയാണോ വിളിച്ചത്? ആരാണ് ഇവള്? എന്റെ ലൈനാ. എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം? അത് തന്നെ. ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധോ. പക്ഷെ എനിക്ക് ഇവിടെ വേണ്ട. അല്ലെങ്കിൽ ഒരു കാര്യം അറിയാമോ? എനിക്ക് ഇവിടെ കയറി വന്ന ഒരു ചായ തരില്ല, ചോറ് തരില്ല, രാവിലെ എന്റെ പേസ്റ്റ് എടുത്ത് എന്റെ കൈ തരില്ല. അറിയാമോ? ഈ സ്നേഹത്തിന് മുമ്പ് ഞാൻ വീണ് പോയതാ. നിന്റെ ചായ നീ ഒന്നും മിണ്ടാതിരടി. അതെ, ഒരു കാര്യം ഞാൻ പറയാം. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും കല്യാണം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കല. ഞാൻ നിന്നെ പോലീസിൽ കയറ്റും. ജോലിക്കല്ല, പോലീസ് സ്റ്റേഷനിൽ കയറ്റും. ഈ മെമ്പർ വിചാരിച്ചാൽ പിന്നെ കല്യാണം കഴിച്ചില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. കല്യാണം കഴിച്ചാലാ? നീ എങ്ങനെ കല്യാണം കഴിക്കാലോ? താലി കെട്ടിയാലോ? എങ്ങനെ താലി കെട്ടിയാലോ? ഒരു ഭാര്യയില്ലേ? നീ ഓടാവുന്നു. ഇതിലും വലിയ ഞാൻ കണ്ടേക്കുന്നു. ദൈവമേ, കൃത്യസമയത്താണ് മുഹൂർത്തം കറക്റ്റാ. സൈറനടിച്ച കേട്ടില്ലേ? സാറിനടിച്ചതല്ല, പിന്നെ അവിടെ താഴെ വീണത്. നല്ലൊരു മംഗളകർമ്മം നടക്കുമ്പോഴാണ് കൊരവയല്ലേ ഇടുന്നത്. ആ മെമ്പർ കുറവിട്ടെ. ഞാനിടാം. അവര് പോയി. അലിയ ഇങ്ങോട്ട് വന്നേ. ഇത് അങ്ങനെ വിട്ടാ പറ്റിയല്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു നടപടി ഇതിന്റെ പേരിൽ എടുക്കണം. മതി, ഞാൻ എടുത്തോളാം. മതി, അത് മതി. പ്രിയപ്പെട്ട മനഃശാസ്ത്രജ്ഞ, താലികെട്ടൽ കഴിഞ്ഞു. പുരുഷൻ ചേട്ടനും ശാന്ത ചേച്ചിയും മധുവിധുവിന് പോയി. അവിടെ മധുവിധു നോക്കുമ്പോൾ ഇവിടെ ഒരു ശവദാഹം നടക്കുമെന്ന് തോന്നുന്നു. അവിടെ മധുവിധു, ഇവിടെ ശവദാഹം, ഇവിടെ ശവദാഹം, അവിടെ മധുവിധു. ഇതിനൊരു മറുപടി തരണേ. എടാ, 4 മണിക്ക് ഇരുന്നാണല്ലോ. ഒന്ന് കുറച്ചൊക്കെ ആവട്ടെ. ഒരു മര്യാദ ഇല്ലേ? ആഹാ, അതുകൊണ്ടല്ല. ബൊഫയാണെന്ന് കേട്ടപ്പോ ഗുഹ പോലത്തെ വയറുമായിട്ട് വന്നിരിക്കണോ? വിളിച്ചിട്ടല്ലേ വന്നത്? വിളിച്ചിട്ടാണ്, അത് ശരിയാണ്. എടാ, എന്റെ വാർഡിൽ ആദ്യമായിട്ടാണ് 6 കോടി രൂപ ലോട്ടറി അടിക്കണം. അത് ഈ പെങ്കൊച്ചിന്. അതിന്റെ സന്തോഷത്തിൽ ആർഭാടാക്കാന്ന് പറയുമ്പോ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നല്ലാതെ അവിടെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തല്ലോ. നല്ല കൃത്യമായിട്ട് ആയിരിക്കണല്ല. ഐസ്ക്രീമൊക്കെ കമ്മം കുമ്മം പിള്ളേരും തിന്നുണ്ട്. ശ്രദ്ധിച്ചോണം നിങ്ങൾ. കുഴപ്പമില്ല, ഞങ്ങൾ നോക്കുന്നുണ്ടെന്നേ. കുഴപ്പമൊന്നുമില്ല. നീ ഒന്നുകൂടെ ചെന്ന് റെഡി ആയിക്കോ. അല്ല മെമ്പർ മാത്രമേ വന്നിട്ടുള്ളൂ. ഭാര്യയും പിള്ളേരും ഒന്നും വന്നിട്ടില്ലേ? വീട്ടിൽ നിന്ന് അവരൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോയി. ആണോ? പാഴ്സലിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ? അത് പിന്നെ എല്ലായിടത്തും ഞാൻ പാഴ്സൽ എടുത്ത് വെക്കാറുണ്ടല്ലോ മെമ്പർക്ക്. കൂടെ ചോദിച്ചാൽ നാട്ടിക്കല്ലേ എടുത്ത് ഇവിടെ നിൽക്കുവാണോ? എന്താണ്? അതെ, ഒരു കാര്യം അറിഞ്ഞ ചേച്ചി വീണ്ടും കല്യാണം കഴിക്കാൻ പോവാ. അതിന്റെ കൂടെ ആഘോഷമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. എന്തായാലും നല്ല കാര്യ. അതെ, പഴയ ചേച്ചിയല്ലല്ല, 6 കോടി രൂപയല്ലേ ലോട്ടറി അടിച്ച സമ്മാനമായിട്ട് കിട്ടിയേക്കണത്. കോടിപതിയല്ലേ? അപ്പൊ ഒരു ഭർത്താവൊക്കെ വേണ്ട നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയെടുത്താനായിട്ട്. അതിരിക്കട്ടെ, ആരാ പയ്യൻ വരൻ? അത് സർപ്രൈസാ. അത് ചേച്ചിക്ക് മാത്രമേ അറിയൂ. അതെന്തായാലും ഇന്ന് ഈ ചടങ്ങിൽ ചേച്ചി പറയും. നമുക്ക് എന്തായാലും അടിച്ചു പൊളിക്കണം. വേണം. അളിയൻ എവിടെയോ കറങ്ങി കിടപ്പുണ്ടായിരുന്നു. അതെ, മെമ്പർ വേണം എല്ലാ കാര്യവും നോക്കാൻ. ചേച്ചീനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ട്. എന്റെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഒക്കെ കുളവാക്കും. ഞാൻ പോയിട്ട് വരാം. എന്റെ അളിയ ഒന്ന് പെട്ടെന്ന് വാ. ഞാൻ ഇവിടെ കിടന്ന് ഈ കാര്യങ്ങൾ നോക്കി. ഇത്രയും നല്ലൊരു ചടങ്ങ് നടന്നിട്ട് അളിയൻ ഇങ്ങനെ നടന്നാ മതിയാ? ഞാൻ ആ പന്തലിന്റെ സൈഡിലുണ്ടായിരുന്നു. അവിടെ പോയി പാത്തിരിക്കേണ്ട കാര്യം എന്താണ്? പാത്തിരുന്നാലും ഒരു പാട്ട് പഠിക്കരുത്. പാട്ടാ കോമളത്തിന് ഒറ്റ നിർബന്ധം. ഫംഗ്ഷന്റെ ഇടയിൽ ഞാനൊരു പാട്ട് പാടും. അതിനോട് ഗാനമേളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അല്ല, എന്റെ ഒരു പാട്ട് വേണം. അളിയന്റെ പാട്ടാ? ഞാൻ നന്നായിട്ട് പാടുവേ. ഏത് പാട്ടാണ് പാടുന്നത്? അത് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്നാലും ഒരു 2 വരി ഒന്ന് മൂളിക്കേ. ഇപ്പോഴാ ഒരു 2 വരി മൂളിയാ പാടാൻ പറഞ്ഞപ്പോ ടെൻഷൻ കൂടുതൽ. സഭാകം പോകെ പോട്ടെ. 2 വരി മൂള് ഞാൻ കേക്കാം. പാടിക്കോ. തുടങ്ങി. പാടിക്കോ. കോലക്കുഴൽ വിളി കേട്ടോ. നല്ലോണം പാട് തുടങ്ങി കിട്ടിയാൻ വിട്ടുപോയിക്കോളൂ. ഇല്ല, അളിയന് പാടാൻ പറ്റിയ മലയാളത്തിൽ ഒരു ഉഗ്രം പാട്ടുണ്ട്. അതേത് പാട്ടാണ്? ശ്രദ്ധിച്ചു കേട്ടോ. അതെ, നീ അളിയൊരു ടെൻഷൻ വരുമ്പോ വിക്ക് വരും അല്ലേ? ടെൻഷൻ വന്നപ്പോ എനിക്ക് വിക്ക് വരും. അപ്പൊ അളിയൊരു ദേഷ്യം വന്നാലാ വിക്ക് വരും. സങ്കടം വന്നാലാ വിക്ക് വരും. ഫുൾ ടൈം വിക്കാണല്ലേ? വരും. എന്തിനാ ഇങ്ങനെ അധികം വിക്കണേ? എന്തിനാ ഇങ്ങനെ എപ്പോഴും വിക്കണം? നല്ല കാശ് കിട്ടിയാ വിൽക്കാനാടാ വിക്കണത്. എന്തായാലും ആരെങ്കിലും പറയാം, നല്ല കാശ് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം. അളിയിൽ ഇങ്ങനെ ചൂടാകാതെ ഇവിടെ കാര്യങ്ങളൊക്കെ ഒന്ന്. വൈകില്ല. കറക്റ്റ് സമയത്താ. എഴുതി കൂട്ടിക്കോ. പ്രിയപ്പെട്ട മനഃശാസ്ത്രജ്ഞ, ചേച്ചിക്ക് ലോട്ടറി അടിച്ചു 6 കോടി രൂപ. അതിന്റെ ആഘോഷം ഇവിടെ നടക്കുകയാണ്. ഇവിടെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. പുരുഷൻ ചേട്ടനെ വിട്ട് ഞാൻ കോമള ചേച്ചിയുടെ അടുത്ത് ചേക്കേറി. ഒരു മറുപടി തരുമോ മനഃശാസ്ത്രജ്ഞ? കഴിക്കാം. അല്ലേ, ഇതാരായി വന്നേ? കോമളം വന്നാ കയറി ചെയ്തോണം. 6 കോടിയാണ്.
വീഴാതെ പയ്യെ. അതെ മാഡം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ വരനെ ഈ സമയത്ത് ഡിക്ലെയർ ചെയ്യൂന്ന് പറഞ്ഞായിരുന്നല്ലോ. Today I will declare you. ഇംഗ്ലീഷൊക്കെ പഠിച്ചാ? പ്രിയപ്പെട്ട മനഃശാസ്ത്രജ്ഞ, ചേച്ചി വിവാഹിതയാൻ തീരുമാനിച്ചു. വരൻ ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കും. ഇതിനിടയിൽ ചേച്ചി ഒരു ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞു, ടുഡേ ഐ വിൽ ഡിക്ലെയർ യു. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും അതും ഇവിടെ സംഭവിച്ചു. കഴിക്കാം. അപ്പൊ കോമളത്തിന് അവിടെ കൊണ്ട് ഇരുത്ത്. എന്തായാലും അവൻ പോയി നന്നായി പുരുഷു. അവൻ പോയോട് ഈ കൊച്ചിന്റെ ഭാഗ്യം. ആ എന്നെ കേട്ടവന് ഇവിടുന്ന് വിട്ടുപോയ 6 കോടി രൂപയല്ലേ കിട്ടിയത്? പിന്നെ അല്ലാതെ കുറെ പ്ലാനൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്റെ കൂടെ നിന്നാ മതി. പഞ്ചായത്ത് കുറച്ച് പേരെ സഹായിക്കണം. അതൊന്നും വേണ്ട. അതൊക്കെ ഞങ്ങൾ ബന്ധുക്കളുണ്ട്. അളിയന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല. നമുക്കൊന്ന് റെഡിയാക്കാം. മതി മതി, ഇത്തിരി കാറ്റൊക്കെ കിട്ടുന്നത് ഇങ്ങോട്ട് മാറുന്നില്ല. അതൊക്കെ ഒന്ന് നോക്കാൻ പാടില്ലേ ഫുഡിന്റെ കാര്യം. അതെ, ഹെലികോപ്റ്ററിൽ കൂടെ പുഷ്പദൃഷ്ടി നടത്തുമെന്നാണ് പറഞ്ഞേക്കണത്. അത് മതി. അത് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് പോയി. ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. പിന്നെ പുഷ്പദൃഷ്ടി നടത്തിയാ പോരാ, ബാക്കി കാര്യങ്ങളൊക്കെ മംഗളകരമായിട്ട് തന്നെ നടത്തണം. നമുക്ക് ഭംഗിയാക്കണം ചടങ്ങുകള്. എല്ലാ കാര്യങ്ങളും 6 കോടി രൂപ എങ്ങനെ ചെലവഴിക്കണമെന്ന് അറിയാതെ നടക്കണല്ലോ. 1 കോടിയാണ് ഇന്നത്തെ ടാർഗറ്റ്. പിന്നെ തറക്കണം. പിന്നെ ഫുഡ് ഫുഡ് എത്ര പേരുടെ പറഞ്ഞാണ്? ഫുഡ് ഇപ്പൊ 3000 പേരുടെ. അത് തന്നെയല്ല 10 തരം പായസം കൂട്ടി 16 ദിവസം കൊടുത്തേക്കാനാണ് കുട്ടിയുടെ തീരുമാനം. നോണും മാറുന്നില്ലല്ലോ. കുഴപ്പമില്ല, ഞാൻ പുറകെ വന്നിട്ടാ. നോണും വെജും ഉണ്ടല്ലോ. നോണും വെജും ഉണ്ട്. എടി നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ ബാക്കി പെണ്ണുങ്ങളുടെ കാര്യങ്ങളൊക്കെ അപ്പുറം എന്താ വെൽക്കം ഡ്രിങ്ക് ഒക്കെ അറേഞ്ച് ചെയ്തോ മെമ്പറെ? എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു യോഗം വേണം, അനുഭവിക്കാൻ ഒരു യോഗം വേണം. മാത്രം പോരാ. രോഗം വേണം, അല്ലെങ്കിൽ അത് എന്ത് അതെ. നമുക്ക് എന്താന്ന് വെച്ചാലേ ഒരു 5 ലക്ഷത്തിന്റെ പ്രാപ്തിയാ മാറുന്നത്. ഞാനേ എന്താണ് ശരിക്കും ആലോചിച്ചപ്പോഴാണ് എന്റെ ഒരു ഇത് കിട്ടിയത്. അപ്പൊ ഒരു കാര്യം ചെയ്യും, അങ്ങോട്ട് മാറി നിന്ന് ശരിക്കും അങ്ങോട്ട് ആലോചിക്കും. ഞങ്ങൾക്ക് കുറെ പണിയുണ്ട്. എടാ ഇവിടെ കുറ്റിയടിച്ച് പ്രിയപ്പെട്ട മനഃശാസ്ത്രജ്ഞ, പുരുഷൻ ചേട്ടൻ ഇവിടെ ചമ്മന്തിയായി നിൽക്കുകയാണ്. ഊണ് കഴിക്കാം. അത് റെഡിയല്ലേ? മറ്റേ കാര്യം റെഡിയല്ലേ? വൈകേ വൈകേ ഞാൻ അവളെ വീട്ടിൽ വൈകിയെന്നാ വിളിക്കുന്നത്. അത് വിളിക്കാൻ വൈകി പോയി, അതാണ് പറ്റിയ കുഴപ്പം. ചേട്ടൻ എന്തിനാ ഇപ്പൊ വന്നേ? ചേച്ചിയുടെ കല്യാണം നിശ്ചയം വന്നേക്കണിപ്പോ. അമേരിക്കന്നാണ് കേൾക്കാൻ. പിന്നെ കല്യാണം നിശ്ചയം മറ്റേ പെങ്കൊച്ചില്ലേ? ഏത് പെങ്കൊച്ചി? എന്തോ ഇവിടെ വന്നില്ലേ? ശാന്ത. അയ്യോ എന്തോ ഒരു ഇതാ അവര്. നീ പറഞ്ഞ ദേവതയാണെന്നാ? വൃത്തികെട്ട ഫാമിലി. എനിക്ക് ഓക്കാനും വരാൻ പഠിച്ച കുട്ടിയാ. കെട്ടിക്കൊണ്ട് പോയതല്ലേ ഇവിടുന്ന്? തോർത്തുകൊണ്ട് കിട്ടിയ കല്യാണം ആവൂ. ഒന്നും പറയാൻ അലിയം പറയണ്ട, ഞാൻ പറയാം. എടാ നിനക്ക് വല്ല ഉളുപ്പുണ്ടാ ഇങ്ങനെ കയറി വരാനായിട്ട്? നീ എന്തൊക്കെ പറഞ്ഞാൽ അവിടെ കയ്യും പിടിച്ച് തോർത്തുകൊണ്ട് അവിടെ കല്യാണം ചെയ്ത് ഞാൻ കേട്ട പോയത്. എന്നിട്ട് ഇപ്പൊ കോടി കളിച്ചെന്ന് പറയുമ്പോ കയറി വന്നേക്കണം. നാണയില്ലാത്തവൻ. ഓ, പണിതീരാത്ത വീട്ടിലെ താമസം. അടിപൊളിയായിട്ടാ. താങ്ക് യു. അധികം സംസാരിക്കണ്ട. എന്താ കാര്യം? അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടാ. പറഞ്ഞേക്കാം ഞാൻ. എത്ര പേര് ഇവിടെ കാര്യങ്ങളോ നിനക്കുള്ള ആള് മേടിച്ചു പോവാ. എനിക്ക് പറയാൻ പറ്റിയില്ല, എഴുതി വെച്ചിട്ടുണ്ട്. പട്ടി ചെറ്റ എന്തിനാണ് അതുകൊണ്ടാണ്. അതെ, നീ കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട. വന്ന സ്ഥിതിക്ക് മാഡം പറഞ്ഞേക്കണ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരു 5-6 പട്ടിക്കൂട് പണിയണമെന്നാ. എന്തായാലും ഇവൻ വന്നല്ലേ ഇവന് കൊടുക്കാൻ കൊട്ടേഷൻ. 3 പേര് അവിടെ. നീ എന്താണ് ഇതൊക്കെ തിരക്കണം? 3 പേരും 6 പേരുടെ കാര്യം ഞങ്ങളുണ്ട് ഇവിടെ നോക്കാനായിട്ട് കേട്ടോ. മാഡം എന്തായാലും വേണമെങ്കിൽ തിന്നിട്ട് പോകും. അത് പുറത്ത്, ഗേറ്റിന് പുറത്ത്. വൈകേ വൈക ഇപ്പൊ ഒന്ന് മാഡം എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ പറയണേ, പിടിച്ച് പുറത്താക്കാം. ഓക്കെ ഓക്കെ. ഇവിടെ നിൽക്കാൻ പാടില്ലേ? എവിടാ? അവിടെ കയറി നിൽക്കട്ടെ. നീ ഇങ്ങോട്ട് മാറി നിന്നേ. നീ ടച്ച് ചെയ്യണ. ടച്ച് ചെയ്യേണ്ട സമയത്ത് ടച്ച് ചെയ്യാതെ നീ ഇങ്ങോട്ട് മാറിയില്ലേ? ഞാനിവിടെ മഞ്ഞ തൊപ്പി ഞാൻ ഇന്നാളെ മേടിച്ചു കൊടുക്കണമെന്ന് ഓർത്താ. ആര്? ഇത് തൊപ്പി. നീ ഓർക്കല് മാത്രമേ ഉള്ളൂ, കൊടുക്കലില്ല. ആണീ കുഴപ്പം പറ്റിയത്. ചിരിക്കല്ലേ? ഞാൻ സത്യം പറയട്ടെ, ഞാൻ നിങ്ങളെയൊക്കെ പറ്റിച്ചതാണ്. ആ പെണ്ണ് ഞാനായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ പറ്റിച്ചെന്ന് എന്താ ഇപ്പൊക്കൊരു ഇതായിക്കോട്ടെ ഓർത്തിട്ടായിരുന്നു. കല്യാണമൊക്കെ ചെയ്ത് കൊണ്ടുപോയത്. പിന്നെ തോർത്ത് ചുമ്മാ കാണിച്ചാന്നേ. തോർത്ത് കിട്ടി. ഞാൻ നിങ്ങളെ പറ്റിച്ചാന്ന്. ഉറപ്പായിട്ടും മരണം വരെ അപ്പൊ നീ ഇവിടെ കൂടെ ഉണ്ടാവും. മരിച്ചു കഴിഞ്ഞാലും നോക്കും. ഉണ്ടാവും. അത്ര ഉറപ്പുള്ള സ്ഥിതിക്ക് സ്ഥിതിക്കുന്നല്ല. ഞാൻ ഇവിടെ അങ്ങനെ ഉപേക്ഷിച്ച നിങ്ങൾ എന്നെ തല്ലിക്കൊന്നോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു കാര്യം പറയാം. ഞങ്ങളെ നീ പറ്റിച്ചല്ലേ, പിന്നെ ഞങ്ങള് പറ്റിച്ചാടാ.
എടാ എല്ലാ ഈ അളിയന്റെ ബുദ്ധിയാ. ഇവക്ക് ലോട്ടറി അടിച്ചിട്ടില്ല, ഒന്നുമില്ല. നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയാ. ഇത്തവണത്തെ ഓണം പമ്പർ അടിച്ചേ ബാംഗ്ലൂരിലുള്ള ഒരു തട്ടുകടക്കാരനാണ്. അതിനൊരു വിക്കൂല. ഓണത്തിനല്ല. എന്താടാ 5 കെട്ടിക്ക് പരിക്കനോട് കൂട്ടിയിട്ടുണ്ട് ശാന്ത. അപ്പൊ ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞാൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോഴൊരടി ടൈമിങ്ങിനായിരുന്നു. ഇനി മുതല് നിന്റെ അത് തന്നെ ഈ നിൽക്കണ ഓമ്പള ഒരുക്കുള്ളൂ. ചേട്ടാ ഈ ഒരു ചാക്ക് സിമന്റിന് എത്ര ചട്ടി ചരല? 12 ചട്ടി. Makasai makasai rambambo, makasai makasai rambambo, makasai makasai rambambo, makasai makasai rambambo. റമ്മെടുത്തതിൽ കരിക്കൊഴിച്ചിട്ട് വലിച്ചു കെട്ടട ചങ്ങായി, മൊട്ടപ്പത്തിരി മട്ടൻ ചാറിൽ കുഴച്ച് തിന്നട ചങ്ങായി. നാട്ടിലുള്ളൊരു ഓട്ടക്കാരന് ലോട്ടോ കിട്ടിയട ചങ്ങായി, ലോട്ടോ കിട്ടിയപ്പോ നോട്ട് കൊണ്ടവൻ കോട്ട് തുന്നിയട ചങ്ങായി. ചാലക്കുടി ചന്തയിൽ ഞാനും പണ്ടോട്ടോയിൽ ചെത്തി പറന്നവനാ, 3 നേരം ചില്ലി ചിക്കൻ തിന്നാൻ എല്ലു മുറിയെ പണിഞ്ഞവനാ. പണ്ടേ നീ ഒരു മണിയല്ലേ, കയ്യിലിരുപ്പ് കെണിയല്ലേ, ഉച്ചയിൽ നമ്മുടെ ശുക്രൻ ഉദിച്ചതറിയില്ലേടാ. മക്കസായി മക്കാസായി റംബംബോ, Makasai makasai rambambo, makasai makasai rambambo, makasai makasai rambambo. പേടകമൊന്നെടുത്ത് നമുക്കൊന്ന് ചന്ദ്രനിൽ ചെന്നിറങ്ങാം, ചന്ദ്രനിൽ ചെന്നിറങ്ങി ഗേൾസ് മൊത്തം പാറി പറന്ന് നിൽക്കാം. പാറി പറന്നു നിൽക്കാൻ ചെല്ലപ്പന്റെ ഷാപ്പിൽ കയറി കുടിക്കാം, ചെല്ലപ്പൻ കണ്ടില്ലെങ്കിൽ ചെല്ലപ്പന്റെ ഡോട്ടറെ ലൈനടിക്കാം. കാശ്മീരിൽ നൈറ്റ് ഹാളിൽ ലഞ്ച് കഴിച്ചു മടങ്ങിയിടാം, UK-യിലെ നൈറ്റ് ക്ലബിൽ ഡിന്നറിനായി പറന്നിടാം. വിളമ്പണ സായിപ്പ് പയ്യന് $1000 ടിപ്പ് കൊടുത്തിട്ട് കാലത്തെ ഫ്ലൈറ്റിന് കുടുംബത്തു വന്നിട്ട് കട്ടണ്ടി മോന്തി കിടന്നുറങ്ങാം. മക്കസായി മക്കാസായി റംബംബോ, മക്കസായി മക്കാസായി റംബംബോ, മക്കസായി മക്കാസായി റംബംബോ, മക്കസായി മക്കാസായി റംബംബോ. റമ്മെടുത്തതിൽ കരിക്കൊഴിച്ചിട്ട് വലിച്ചു കെട്ടട ചങ്ങായി, മൊട്ടപ്പത്തിരി മട്ടൻ ചാറിൽ കുഴച്ച് തിന്നട ചങ്ങായി. ഹോളിവുഡിൽ കറങ്ങി നമുക്കൊരു സ്റ്റണ്ട് പട്ടം പിടിക്കാം, ജാക്കി ചാനെ തുരത്തി ആക്ഷൻ ഹീറോ പട്ടം പിടിച്ചെടുക്കാം. കണ്ടുപടം നടിച്ച് നടുവെട്ടി പോരണ്ട പൊന്നളിയ, ഷക്കീല ചേച്ചിയുമായി നമുക്കൊരു ഗുണ്ടുപടം പിടിക്കാം. സ്പീൽബർഗിൻ ഫിലിമിൽ ഞാനും ചെത്തിപ്പൊളിച്ചു നടക്കുമെടാ, ന്യൂ നീഗ്രോ സ്റ്റൈലൻ ഹീറോ എന്നെ വെള്ളക്കാർ വാഴ്ത്തുമെടാ. ഏറ്റവും നല്ല മികച്ച നടനുള്ള ഓസ്കാർ എനിക്കെന്ന് കേൾക്കുമ്പോൾ അന്ന് നീ ബോധം കെട്ടു വീണ് മണ്ടാരണങ്ങുമെടാ. മക്കസായി മക്കാസായി റംബംബോ, മക്കസായി മക്കാസായി റംബംബോ, മക്കസായി മക്കാസായി റംബംബോ, മക്കസായി മക്കാസായി റംബംബോ. റമ്മെടുത്തതിൻ കരിക്കൊഴിച്ചിട്ട് വലിച്ചു കെട്ടട ചങ്ങായി, മൊട്ടപ്പത്തിരി മട്ടൻ ചാറിൽ കുഴച്ച് തിന്നട ചങ്ങായി. ചാലക്കുടി ചന്തയിൽ ഞാനും പണ്ടോട്ടോയിൽ ചെത്തി പറന്നവനാ, 3 നേരം ചില്ലി ചിക്കൻ തിന്നാൻ എല്ലു മുറിയെ പണിഞ്ഞവനാ. പണ്ടേ നീ ഒരു മണിയല്ലേ, കയ്യിലിരുപ്പ് കെണിയല്ലേ, ഉച്ചയിൽ നമ്മുടെ
ഭൂമിയിലൂടെ ശുക്രൻ ഉദിച്ചതറിഞ്ഞില്ലേടാ മക്കസായി മക്കാസായി റംബംബോ 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 മക്കസായി